മാറ്റണം. അല്ലെങ്കിൽ തന്നെ നമുക്ക് മൊബൈലിൽ എന്തറിഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തറിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നിങ്ങളോട് സംശയം ചോദിച്ചോട്ടെ. ഈ നിങ്ങളിപ്പോ ഒരു ഉസ്താദ് പഠിക്കണ്ട ഉസ്താദ് ഒരു 10-20 വയസ്സുള്ള ഒരു പെണ്ണിന് മൊബൈലിൽ വാട്സാപ്പിൽ ഹായ് എന്ന് മെസ്സേജ് അയച്ചു, തെറ്റാണോ? ആ പെണ്ണ് തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുത്തില്ല, തെറ്റാണോ? ഓക്കെ. ഇനി 2 പ്രാവശ്യം ഹായ് എന്ന് അയച്ചു, തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുത്തില്ല, തെറ്റാണോ? അത് നമുക്ക് ശരിക്കും ഇത് ഉപയോഗിക്കണമെന്ന് അറിഞ്ഞൂടാ. അതാണ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണം നമുക്ക് ഇതൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ഒരു പ്രാവശ്യം ഹായ് നയിച്ച ആ പെണ്ണ് അതിന്റെ റിപ്ലൈ കൊടുക്കാതെ കൊണ്ടുവന്ന് കേസ് കൊടുത്താൽ 30,000 രൂപയും 3 മാസം തടവും ഉസ്താദ് അനുഭവിക്കേണ്ടി വരും. 2 ഹായ് അയച്ചാൽ 60,000 രൂപയും 6 മാസം തടവും അനുഭവിക്കേണ്ടി വരും. 3 ഹായ് അയച്ചാൽ 1,00,000 രൂപയും 1 വർഷം പോലീസ് അകത്തിട്ട് തടവും. നമ്മൾ ഇത് അറിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് മൊബൈലിന്റെ എന്ത് സാധനം അറിയാം. ഞാൻ ടെക്നീഷ്യനാണ്, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയണത്. നിങ്ങളൊരു കാര്യമില്ല, ഈ സാധനം നിങ്ങൾ ഓഫാക്കിയിട്ടില്ല, ഈ സാധനം ഇത് ഓഫാക്കിയാൽ ഓഫാകും എന്ന് വിശ്വാസമുള്ള ആളുടെ ദൈവമൊക്കെ, സ്വിച്ച് ഓഫ് ആക്കിയാൽ സ്വിച്ച് ഓഫ് ആകും എന്ന് വിശ്വാസമുള്ള ആളുടെ ദൈവമൊക്കെ ഒരിക്കലും ആവില്ല ഈ സാധനം. ഇത് നിങ്ങൾ ബെഡ്റൂമിൽ കൊണ്ട് കയറൂ, നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം പുറത്തു വരും, ഉറപ്പ്. ഈ സാധനം അകത്തിരുന്ന ഇത് വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ സാധനം വെച്ചിട്ട് ഇത് സ്വിച്ച് ഓഫ് ആക്കിയവരാവില്ല. ഇതിനകത്ത് CMOS ബാറ്ററി എന്നൊരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഓഫ് ആക്കി ഓണാക്കുമ്പോൾ കറക്റ്റ് ടൈം വരുന്നത്. ഇത് ഓഫ് അല്ല, അതിന്റെ ഉള്ളിൽ അത് വർക്ക് ആണ്. അതിനകത്ത് CMOS ബാറ്ററി എന്നൊരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി ഓൺ ആയിട്ട് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് MI ഷവോമിയുടെ TV വാങ്ങി വീട്ടിൽ 55 TV വാങ്ങി വീട്ടിൽ വെച്ച് ഭർത്താവ് വീട്ടിൽ വെച്ചിട്ട് പോയി ബെഡ്റൂമിലാണ് വെച്ചിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യ കുളിക്കുന്നതിന്റെ വീഡിയോ നേരെ എവിടെ എത്തി, ഭർത്താവിന്റെ മൊബൈലിലെത്തി. കാരണം ഇതിന്റെ ഉള്ളിൽ TV ഉണ്ട്, ക്യാമറ ഉണ്ടായിരുന്നു, അറിഞ്ഞില്ല. അത് കണക്ഷൻ ഒന്നും കൊടുക്കണ്ട, ഊരിയിട്ടിരുന്നാൽ മതി കേട്ടോ. റെക്കോർഡ് ഞാൻ ഈ സാധാരണ എന്റെ കയ്യിൽ സംശയം, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സംശയമുള്ള ആളുകളുണ്ടാവും. ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യ സംശയം. അവർക്ക് ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. ആ ആപ്ലിക്കേഷൻ രണ്ടുപേരും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തോളാൻ പറയും. എന്താ പ്രത്യേകത അറിയാമോ? ഭാര്യയ്ക്ക് വരുന്ന എല്ലാ മെസ്സേജും ഭർത്താവിന് കാണാം. ഭാര്യയ്ക്ക് വരുന്ന എല്ലാ ഫോൺ കോളും ഭർത്താവിന് റെക്കോർഡ് ചെയ്ത് സമയം പോലെ കേൾക്കാം. ഭാര്യയുടെ വേണമെങ്കിൽ ഭാര്യയുടെ മൊബൈലിന്റെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഭർത്താവിന് ഗൾഫിൽ ഇരുന്നുകൊണ്ട് ഓണാക്കി നോക്കാം. എവളിപ്പോ എന്ത് ചെയ്യുന്നു, ഫ്രണ്ട് ക്യാമറ നോക്കാം. അത് കിട്ടിയ ബാക്ക് ക്യാമറ അടിച്ചു നോക്കാം. ഭാര്യ അറിയില്ല, അവൾ അറിയാതെ അവളുടെ മൊബൈലിന്റെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറ ഓണാകും. അവളുടെ വാട്സപ്പ് മുഴുവനായിട്ട്, വാട്സപ്പ് അടക്കം 50 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇയാളുടെ മൊബൈലിലൂടെ വീക്ഷിക്കാം. അതും കിട്ടുന്നില്ലെങ്കിൽ രാത്രിയാണ് മൊബൈൽ റൂമിലെല്ലാം ലൈറ്റ് ഓഫ് ആക്കുന്നത്. ഫ്രണ്ട് ക്യാമറ ഓണാക്കിയിട്ടൊന്നും കിട്ടുന്നില്ല, ബാക്ക് ക്യാമറ ഓണാക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. മൊബൈലിന്റെ സ്ക്രീന്, അവരുടെ മൊബൈലിന്റെ സ്ക്രീൻ 1 മിനിറ്റ് നേരം നമുക്ക് കാണാം. അപ്പൊ മൊബൈൽ എന്താ കണ്ടുകൊണ്ടിരിക്കണം, അത് കാണാം. ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞെന്തെന്നറിയാമോ? നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ മൊബൈൽ കൊടുക്കണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ കൊടുക്കാവും. കുട്ടികൾ എവിടെ കയറുന്നു, www. അടിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ആ ഒരു സോഫ്റ്റ്വെയർ കയറാൻ പോവുകയാണ്. അപ്പോഴേ വിവരം കിട്ടും. അത് മാറ്റി വെച്ചേരാം എന്ന് പറയാം, കിട്ടൂല. അത് നമുക്ക് വേണമെങ്കിൽ അത് ക്ലോസ് ചെയ്യാം, അത് ഓപ്പൺ ആക്കാതിരിക്കാൻ ആ സൈറ്റ് ബ്ലോക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് പാരന്റൽ കൺട്രോളിന്റെ സംവിധാനം ചെയ്യാതെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മൊബൈൽ കൊടുക്കും, അവരുടെ ഭാവി നശിക്കും. ഞാൻ നേരത്തെ കുട്ടികളോട് പറഞ്ഞു, അതായത് നമ്മുടെ ഈ കണ്ണ് 576 മെഗാപിക്സലാണ്. ഇതുവരെ അതിനുള്ള സംവിധാനം ക്യാമറ വന്നിട്ടില്ല. 576 മെഗാപിക്സലാണ്. ജനിച്ചതിന്റെ അന്ന് മുതൽ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെങ്കിലും മെമ്മറി പൂർത്തിയായോ? തലച്ചോറ് മെമ്മറി ഫുൾ ആയിട്ടുണ്ടോ? ആവൂലൊരിക്കലും. അതാണ് ഒരു ന്യൂറോണിന്റെ കപ്പാസിറ്റി. ഈ സാധനം, ഈ കണ്ണിന്റെ കണക്ഷൻ എവിടെ നിന്നറിയാമോ? ഈ മൈക്കിന്റെ കണക്ഷൻ ആയതുപോലെ ഈ കണ്ണിന്റെ കണക്ഷൻ ഇവിടെയാണ്. വിഷ്വൽ കോർട്ടക്സ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അവിടെ ആ കണ്ണിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ തലമുടിയേക്കാൾ നേരത്തെ 2 ഞരമ്പുകളാണ്. കുറെ നേരം നിരന്തരം ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഞരമ്പുകൾ കരിഞ്ഞിട്ട് കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടും. അത് ന്യൂറോണിനെ ബാധിച്ചിട്ട് ഓരോ ന്യൂറോൺ ലക്ഷക്കണക്കിന് ഇരട്ടി കപ്പാസിറ്റി ഉള്ള ഓരോ ന്യൂറോണുകളും കരിഞ്ഞു തുടങ്ങും. കരിഞ്ഞ് കുട്ടി ഒന്നിനും കൊള്ളാത്തവനായി മാറും. 100 ബില്യൺ ന്യൂറോൺ ഉള്ളതാണ്. അതിന്റെയൊക്കെ കപ്പാസിറ്റി നഷ്ടപ്പെടും. കുട്ടി ഒന്നിനും കൊള്ളാത്തവനായി മാറും. ഇന്ന് 1 മണിക്കൂർ ഉപയോഗിക്കുന്ന കുട്ടി നാളെ എന്ത് ചെയ്യണം? 55 മിനിറ്റ് ആക്കി ചുരുക്കിയിട്ട് 55 മിനിറ്റ് ആകുമ്പോഴേ ഫോൺ വിളിക്കാമെന്ന് പതിപ്പഞ്ച് വാങ്ങണം, ബാക്കി മാറിപ്പോണം ഫോൺ വിളിച്ചിട്ട്. അത് ഒരാഴ്ച അങ്ങനെ 55 മിനിറ്റ് തന്നെ വിളിക്കണം. അതിന്റെ അടുത്ത ആഴ്ച അവർക്ക് അറിയാതെ എത്ര മിനിറ്റ് ആക്കണം? 50 മിനിറ്റ് ആക്കണം. അങ്ങനെ 5 മിനിറ്റ് കുറച്ച് കൊണ്ടുവന്നിട്ട് ആ സമയം ഫ്രീ ആകുമ്പോ അവന് വേറെ എന്തെങ്കിലും വർക്ക് കൊടുക്കണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മാറ്റാൻ പറ്റൂല, ചികിത്സിച്ചാൽ മാറൂല പെട്ടെന്ന്.